ഉണ്ണിയങ്കിൾ, ഇനി നമ്മൾ ഇത്ര സമയം ഇരുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ എനർജറ്റിക് ആവാൻ പോവാണ്. കാരണം ഇനി ഒരാളല്ല വരാൻ പോകുന്നത്, ഒരു കൂട്ടം ഫാമിലിയാണ് അല്ലേ? യെസ്, നമ്മള് പുതിയൊരു ഫാമിലി പരിചയപ്പെടാൻ പോവാണ്. അമൃതക്കുട്ടിയുടെ ഫാമിലി പരിചയപ്പെട്ടാലോ? സുപ്രഭാതം. യെസ്, ഒരു സുപ്രഭാതം ഫാമിലി തന്നെയാണ് വരാൻ പോകുന്നത്. അതെ, ഒരു AM ഫാമിലി. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങുന്നുണ്ടല്ലോ, വൻ തിളക്കം. ഇന്ന് രാജ്ഞിയാന്ന് തോന്നുന്നു കേട്ടോ. ഏത് രാജ്യത്തെ രാജ്ഞിയാ? രാജകുമാരിയാ? അതെ, രാധയാണെന്നോ? അതെ, രാധയ. കറക്റ്റ്. MJ സാറിന്റെ ഗസ് കറക്റ്റ്. യെസ്, കണ്ണന്റെ രാധ. അതെ. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? അമ്പാടിയിലേക്കാണോ, അതോ മധുരയിലേക്കാണോ, അതോ ഗുരുവായൂരിലേക്കാണോ? ഗുരുവായൂരിലേക്ക്. അപ്പൊ ഏത് പാട്ട്? നീലക്കണ്ണ നിന്നെ കണ്ടു. ഗുരുവായൂർ നടയിൽ. അല്ലേ? വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അപ്പോൾ ഗുരുവും വായും കൂടെ ചേർത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. സ്പിരിച്വലി വേറൊരു സ്വാമിജി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കാണ്. അതായത് ഏറ്റവും ഗുരുത്വമുള്ള വായു എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ പ്രാണനാണ് അല്ലെ? ഏറ്റവും ശ്രേഷ്ഠമായ അത് എവിടെയാണോ വസിക്കുന്നത് അതാണ് ഗുരുവായൂപുരം. ശരി എന്ന് പറയാം. അപ്പൊ ഇരയിമ്മൻ തമ്പിയുടെ കരുണ ചെയ്യുവാൻ എന്തു താമസം എന്നുള്ളത് ഗുരുവായൂപുരം തന്നിൽ മരുവുമാക്കില് ദുരിത ഹരണ ഭഗവൻ എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുക. അപ്പൊ അങ്ങനെ ആ ഗുരുവായൂപുരത്തിലേക്ക്, അതാണ് പിന്നെ ഗുരുവായൂർ എന്ന് നമ്മൾ പറയുന്നത്. ആ ഗുരുവായൂപുരത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോണേ അല്ലേ? അതെ. ആരൊക്കെയുണ്ട് കൂടെ? ഇന്ന് കസിൻസും ആന്റിമാരും അച്ഛനും അങ്ങനെ എല്ലാരും. കുഞ്ഞുവാ വേണ്ടോ? ഇല്ല, കുഞ്ഞുവാവ ഇല്ല, വന്നിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞാവ? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞുവാടെ ഫോട്ടോ കാണിച്ചു തരാം. കുഞ്ഞ് മറ്റൊരു സുപ്രഭാതം. അതെ. ഓ, വലിയ ചേച്ചി. ചേച്ചി പ്രൗഡാണല്ലേ? ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. സിനിമ വെണ്ടർ ഡാനിയൽ, വർഷം 1994, ലിറിക്സ് കൈതപ്പുറം സാർ, മ്യൂസിക് SP വെങ്കടേഷ് സാർ, പാടിയത് ചിത്രാമ്മ. കേക്കല്ലേ പാട്ട്? ഓൾ ദി ബെസ്റ്റ് സുപ്രഭാതം. താങ്ക് യു. നിന്നെ
അമൃതക്കുട്ടി ആൻഡ് ഫാമിലി. എന്തോ ഒരുപാട് സുപ്രഭാതങ്ങളെ കണ്ടു ഒന്നിച്ച് കണ്ടു. ഇന്ന് ഒരുമിച്ച് കണ്ടു. ഇത്രയധികം സുപ്രഭാതങ്ങളെ ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും നല്ല ഭംഗി കാണാൻ. ആ കോസ്റ്റ്യൂമിനും മേക്കപ്പിനും ഒരു കിടിലൻ കയ്യടി കൊടുക്കേണ്ടതാണ്. കുഞ്ഞു കൃഷ്ണനുണ്ട് അവിടെ. ഹായ്, പേരെന്താ? എല്ലാവരുടെയും പേര് പറയാവോ? പരിചയപ്പെടുത്തോ? എന്റെ പേര് രുക്മ എന്നാണ്. ആ. ഞാൻ അമൃതയുടെ ചേച്ചിയാണ്. എന്റെ പേര് സിദ്ധാർത്ഥ് VR, കസിൻ. കസിൻ. ആ, എന്റെ പേര് ജയ, ഞാൻ അമൃതയുടെ ആന്റിയാണ്. ഞാൻ മനേഷ്. അത് എനിക്കറിയാം. മനീഷിനെ ഒന്നും അറിഞ്ഞൂടാ. അതെ. എന്റെ പേര് ദേവകൃഷ്ണൻ, അമൃത ചേച്ചിയുടെ കസിനാണ്. എന്റെ പേര് ശ്രീജ, ഞാൻ അമൃതയുടെ വലിയമ്മയാണ്. ആ. അപ്പൊ അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അമ്മയുടെ റോള് ഞാൻ ചെയ്തു ചെയ്തതേ ഉള്ളൂ. അനിയനാണ്. So sweet of you കേട്ടോ. എന്റെ അനിയനാണ്. അപ്പൊ അമ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, അത്രേ ഉള്ളൂ. നല്ല ഗോപികയായിരുന്നു. അതെ. എന്റെ പേര് ശ്രീഭദ്ര, ഞാൻ അമൃതക്കുട്ടിയുടെ കസിനാണ്. എന്റെ പേര് രേഷ്മ, ഞാൻ അമൃതയുടെ ചേച്ചിയാണ്. എന്റെ പേര് ധ്യാനാർ, അമൃത ചേച്ചിയുടെ കസിൻ. കസിൻ. എന്റെ പേര് മൃദുല NS, ഞാൻ അമൃതയുടെ കസിനാണ്. എന്റെ പേര് നിഷ, ഞാൻ അമൃതയുടെ ചേച്ചിയാണ്. ഓ, എല്ലാരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അമൃതക്കുട്ടി അമ്മേനെ മിസ് ചെയ്തോ? അതെ. നിങ്ങൾ എല്ലാരും കിടിലൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആ കോസ്റ്റ്യൂമും ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത്, പിന്നെ അവസാന പെയിൻ കുറേ നേരം ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. അമൃതക്കുട്ടിയുടെ അച്ഛനും അതിനു മുന്നേ വലിയമ്മയും ചേച്ചി കൂടെ. ഉറങ്ങി. പെയിന്റ് അടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. കാണാൻ വന്നതാണ് അല്ലേ? എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. എന്നാ അച്ഛന്റെ ഡാൻസ്. അത് ചേച്ചി വലിച്ചു പിടിച്ചാ ചെയ്യിപ്പിച്ചത് കയ്യൊക്കെ. സാർ, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്നാണ്. പുലിയാണോ? അങ്ങനെയുള്ള കുറെ പുലിയല്ല, ശരിക്കും എലിയാണ്. കുറെ പുലികൾ പുല്ല് തിന്നുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത്. അല്ല, വളരെ സൗമ്യനാണ് എപ്പോഴും ഇവിടെ കാണുന്നത്. അതെ, അപ്പൊ ആ സൗമ്യത പുലർത്തിക്കൊണ്ട് തന്നെ അത് ഗംഭീരമായിട്ട് മോൾക്ക് വേണ്ടിയിട്ട്, അതാണ് അച്ഛൻ എന്ന് പറയുന്നത്. യെസ്. അതാണ് അച്ഛൻ. അത് സഭാഷ. എല്ലാരും, എല്ലാ ഗോപികമാരും കൊള്ളായിരുന്നു കേട്ടോ. ഒരു സുന്ദര ഫാമിലി ആണല്ലോ അമൃത. അതെ. കുറെ ചേച്ചിമാരും കുറെ അനിയന്മാരും. നല്ല രസമുണ്ട്. ഇപ്പൊ അനിയത്തിയും വന്നു അല്ലേ? അല്ല, ഒന്ന് രണ്ട് ഡാൻസേഴ്സ്, പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ മാതിരി ഡാൻസ് ചെയ്തു. ഒന്ന് ലാസ്റ്റിൽ നിൽക്കുന്ന ആ ചേച്ചി ആണോ? രുക്മ. പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണോ? ഞങ്ങൾ എല്ലാവരും ഡാൻസേഴ്സ് ആണ്. നമ്മുടെ എല്ലാവരും? അതെ, പരശുരാമ സ്വാമിക്ഷേത്രത്തില് നമ്മള് നമുക്കൊരു ഗ്രൂപ്പുണ്ട് കൈകൊട്ടി കളിയുടെ. അത് ശരി. അപ്പൊ ഞങ്ങളെല്ലാം അവിടെ ഉത്സവത്തിനൊക്കെ പിന്നെ മറ്റ് അമ്പലങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു കോൺഫിഡൻസിൽ ചെയ്തതാണ്. പക്ഷേ പക്ഷേ അത് വളരെ ഉഗ്രനായിരുന്നു. നന്നായിരുന്നു. നമുക്ക് അടിപൊളിയായിരുന്നു. സ്ഥിതിക്ക് പറയുന്നതല്ല, ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാൻസ് ചെയ്തു. താങ്ക് യു സർ. അപ്പൊ ചില പേര് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തു ആ ഡാൻസ്. വളരെ ഭംഗിയായിരുന്നു. എല്ലാ അമൃതക്കുട്ടിക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഓരോ ഫാമിലി റൗണ്ട് വരുമ്പോഴും മീനൂട്ട, നമ്മുടെ കൊറിയോഗ്രാഫർ ഷഫീഖ് മാസ്റ്ററുടെ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും അധികം ഫാമിലി റൗണ്ടിൽ എഫേർട്ട് എടുക്കുന്ന ഒരാള് ഷഫീഖ് മാസ്റ്റർ ആണ്, ഇല്ലേ? അതെ അതെ. യെസ്. അപ്പൊ എല്ലാവർക്കും അവിടെ ഇരിക്കാം. അമൃതക്കുട്ടിയുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കണ്ണനും വന്നു, രാധ ഇവിടെ ഉണ്ട്, പിന്നെ ഗോപികമാരുണ്ട്. എല്ലാരും ഗുരുവായൂർ തന്നെ ആയിരുന്നു അല്ലേ? അതെ. അത് രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ണനെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കനായിട്ട് കണ്ണൻ വന്നിരുന്നു. പക്ഷെ രാധ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാനോ? ഞാൻ തന്നെ. ഞാൻ പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചു അല്ലേ? അത് കൊള്ളാം. ആ ഫോക്കസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അമൃതക്കുട്ടിയുടെ ശബ്ദം ഈ പാട്ടിന് വളരെ നന്നായിട്ട് ഉതകുന്നതായിട്ട് തോന്നി. അത് കൊള്ളാം കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചു പാടിയില്ലേ, അത് അങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും ഒരു സ്ഥലത്താണോ ശ്രദ്ധിച്ചത്? അല്ല, ഫുൾ സോങ്ങിൽ ശ്രദ്ധ ഉണ്ടായിരുന്നു. ആ ഫോക്കസ് അങ്ങൾ ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ നമ്മള് പലവിയുടെ അവസാനം വന്ന് അവസാനിക്കുന്നില്ലേ, പല കോടി ജന്മമായി നിന്നെ തേടി അലയുന്നു, അവിടെ സ്റ്റോപ്പ് അല്ലേ? അത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? കമ്പോസർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ വളരെ ക്യൂട്ടായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റോപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ചിത്ര ചേച്ചി പാടിക്കുന്ന അങ്ങനെ തന്നെയാ. അപ്പൊ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് അത് അവതരിപ്പിക്കാമോ ആ ഭാഗം? റെഡി?
ഗുരുവായൂരെ ഫുൾ ഹസ്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ നീലക്കണ്ണയിൽ നമുക്ക് ഹസ്കി ആക്കാൻ പറ്റില്ല. ആ. അപ്പൊ ഒരേ ഡൈനാമിക്സിൽ പോകും അല്ലേ? ആ. അപ്പൊ ഇന്നിതാ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെയും പതുക്കെ പതുക്കെ ശബ്ദം ഉയർത്തണം. ആ. പിന്നെ നീലക്കണ്ണയിൽ വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവണം. അങ്ങനെ വേണം, ആ ഡൈനാമിക്സ് അങ്ങനെ വർക്കൗട്ട് ചെയ്യണം. ആ. പിന്നെ മധുരമായി എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു താളം വ്യത്യാസം വന്നു, അത് പറ്റി? മധുരമായി. ആ, മധുരമായി ആണെന്ന് അത് ഓർത്തില്ല. മറന്നുപോയതാണോ? അല്ല അതോ മധുരമഴയെ പറ്റി ഓർത്തിട്ടാണോ? അല്ല, അതിങ്ങനെ പാടി വന്നപ്പോ പെട്ടെന്ന് ഇതായി. പെട്ടെന്ന് ആ മധു വന്നില്ല അത്. ആ. പിന്നെ ആ ഹമ്മിങ് ഒന്ന് സ്ലിപ്പായി പോയില്ലേ? ആ. അതൊന്ന് കറക്റ്റ് ആയിട്ട് പാടുക. ആ, ഇപ്പൊ നോട്ട്സ് മനസ്സിലായി. പിന്നെ വൃന്ദാവനത്തിൽ നിൻ പദതാളം തേടി ഞാൻ, ആ തേടി ഞാൻ കുറച്ച് റഷ് ചെയ്തു. അവിടെ ശ്വാസം പെട്ടെന്ന് കിട്ടാത്ത പോലെ അങ്ങനെ വന്നു അല്ലേ? അത് സാരമില്ല, അത് ലൈവായിട്ട് പാടുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രേസ് ബുദ്ധിമുട്ടാണ്. ശ്വാസം എടുക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ അമൃത കുട്ടി എന്ത് ചെയ്യും? നമുക്ക് ഓക്സിജൻ വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പക്ഷെ അത് കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് വന്നു. അവിടെ ശ്വാസം ചെറുതായിട്ട് മുട്ടി എന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരിൽ നമ്മളെയൊക്കെ കൊണ്ടുപോയി. വണ്ടർഫുൾ ഫാമിലിയാണ്. 10-14 പേരുണ്ടായിരുന്നു. അതിൽ ചേച്ചിമാരും അനിയന്മാരും ഗോപികമാരും ഈ രാധയും ആ കണ്ണനും അച്ഛനും അമ്മയും എല്ലാവരും തകർത്തു. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഗുരുവായൂർ നടയിൽ എന്ന് പറഞ്ഞ ആ ഭാഗമല്ലേ, അത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും എനിക്ക് ആ അമൃതക്കുട്ടിയുടെ അതിൻ്റെ ആ കെയർഫുൾനെസ്, ആ ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പല്ലവിയിൽ അത് ആദ്യത്തെ വരി തന്നെ നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. അതുപോലെ എനിക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ ഓവറോൾ അമൃതക്കുട്ടിക്ക് ആ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്. അമൃതയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ചിലമ്പ് മണിതാളം. അതെ, അതുപോലെ അതിൽ ആ ക്ലാരിറ്റിയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയിൽ ആ പാട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന് ഒരു കയ്യടി കേട്ടോ. ആ ക്ലാരിറ്റി അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എനിക്കും ആ ഹമ്മിങ് പാടിയ സ്ഥലത്ത് ക്ലാരിറ്റി കുറവ് തോന്നി, അവിടെ പിച്ച് ഇഷ്യൂ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 1-2 ചെറിയ സ്ലിപ്പ്. മധുവങ്ങളില്ലാത്തോണ്ടാണോ മധുരമായി മാറിപ്പോയത്? ആയിരിക്കും. അപ്പൊ മധുവങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ മധുരമായി പാടിയിട്ട് ശരിയാക്കാം കേട്ടോ. അപ്പൊ അവിടെ ഒരു തെറ്റിക്കും. അതെ, ഉണ്ണിവാവൊന്നും പാടാനേ പറ്റില്ല. ഇല്ല, ഫുൾ തെറ്റിക്കും അത്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നല്ല ക്ലാരിറ്റി, നല്ല തീം. എനിക്ക് ആ മരമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പുറകിലുണ്ടായ ബിഗ് ജയന്റ് ട്രീ നല്ല രസമായിരുന്നു. കുറേ നേരം എനിക്ക് തോന്നുന്നു അമൃതക്കുട്ടിയുടെ കസിൻസ് അതിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും കിടിലനായിട്ട് നമ്മുടെ അമൃതക്കുട്ടീനെ സപ്പോർട്ട് ചെയ്തു. കിടിലനായി ഡാൻസ് ചെയ്തു. കിടിലൻ പാട്ട്, കിടിലൻ കൊറിയോഗ്രാഫി, കിടിലൻ കോസ്റ്റ്യൂം, ഒന്നും പറയാനില്ല. മിടുക്കി. താങ്ക് യു. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നതിന് അമൃതക്കുട്ടിക്കും ഫാമിലിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. പാടിയത് ഫസ്റ്റ് പല്ലവി വളരെ ഭംഗിയായിട്ട് പാടി മോള്. അതിനുശേഷം വന്ന ഹമ്മിങ്ങിലാണ് ചെറിയൊരു പ്രശ്നം പറ്റിയത്. മനസ്സിലായല്ലോ അല്ലേ? അതിന്റെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കുറച്ച് ഫ്ലാറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ചരണത്തില് നമ്മളെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ മധുരം കയ്യിന്ന് പോയി. വലിയൊരു ഇഷ്യൂ ഒന്നും, എന്നാലും പെട്ടെന്ന് തിരിച്ചു പിടിച്ചു. ആ ടൈമിങ്ങിന് തന്നെ പിടിച്ചു. മറ്റൊന്നും പറയാനില്ല. ഈ പാട്ടിന് ഏറ്റവും യോജിച്ച ഒരു ശബ്ദം തന്നെയായിരുന്നു മോളുടെ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ പാട്ട്. താങ്ക് യു. ഓക്കെ, അപ്പൂപ്പനും അമ്മൂമ്മയും വന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. രണ്ടുപേർക്കും നമ്മുടെ നമസ്കാരം. അപ്പൊ നമ്മുടെ അമൃതക്കുട്ടിക്കും ബ്യൂട്ടിഫുൾ ഫാമിലിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന മാർക്ക് എത്രയാണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100 ടുഡേ. സുപ്രഭാതം. എന്തോ ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീണ്ടും ശരിക്കുള്ള സുപ്രഭാതം കൊണ്ടുവരണം. ഓക്കെ, ബൈ ബൈ. ബൈ. ടാറ്റാ. MJ uncle, Yes. ഇന്ന് നമ്മളെ ടോപ്പ് സിംഗർ നേരിട്ട് കാണാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്ക് പരിചയമുള്ള ആള് തന്നെയാണ്. SLBSന്റെ ചീഫ് ഓപ്പറേഷൻ ഹെഡ് ആയിട്ടുള്ള ജസ് മാത്യു സർ ആണ്. വെൽക്കം സർ, ടോപ്പ് സിംഗറിലേക്ക് വെൽക്കം. ഇന്ന് നമുക്ക് സാർ TV-യിൽ കാണാറുണ്ടെന്ന് അറിയാം, എന്നാൽ ഇന്ന് നമ്മൾ നേരിട്ട് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പോവാണ്. സന്തോഷം. സാർ റെഡി അല്ലേ? അതെ. ഓക്കെ, സാർ റെഡി ആണെങ്കിൽ സാറിന് കാണാൻ പറ്റിയ ഒരാളെ നമ്മൾ വിളിക്കാൻ പോവാണ്. ഒരു വലിയ ആളാണ് വരാൻ പോകുന്നത്. അതെ, നമ്മൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. ലെറ്റ്സ് വെൽക്കം നവനീത് സർ ഓൺ സ്റ്റേജ്. കിടിലൻ കോമ്പിനേഷൻ. എനിക്ക് ചേർന്നിരുന്ന താങ്ക് യു വെരി മച്ച് സർ. എന്തിനാ? ഫിലിം ക്രിറ്റിക്സ് ട്രോഫി.
എക്സാം വല്ലതും ആണോ? അല്ല, ഒരു ഇത് തന്നെ ലിസ്റ്റ്. എന്താ? ഞാൻ ഇന്ന് ഓട്ടം തുള്ളൽ അവതരിപ്പിക്കാൻ ആ. ഓട്ടംതുള്ളലാണോ? അതായിരുന്നു സർപ്രൈസ്. അപ്പൊ ഈ പേപ്പർ എന്തിനാ? ഇത് നോക്കി വായിക്കാനോ? കോറസ്. കോറസ്. ഓ തിരിച്ചു പാടാൻ വേണ്ടി കോറസ്. ഓട്ടം തുള്ളലിന്റെ കോറസ് ആണ് ഇത്. ഇത് ടോപ്പ് സിംഗർ ചരിത്രത്തിൽ രാകേഷ് അങ്കിൾ ഇതാദ്യം. ഈസിയ റൂമിലിരുന്ന് പാടാനാട്ടാ. ആ രാകേഷ് എന്നാണ് മെയിൻ കോറസ്. നവനീതൂട്ടാ, ഒരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ആ വാച്ച് വേണം. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള വാച്ച. എനിക്ക് എംജങ്ങളുടെ അമ്മയുടെ കുഞ്ഞ്. എംജങ്ങളുടെ വാച്ച് കണ്ടോ? ഒരു ടെഡി ബെയർ ഒക്കെ ടെഡി പേർ കണ്ടോ? കണ്ടോ? അയ്യോ സോ ക്യൂട്ട് എന്റെ അല്ലേ? വാച്ച് പക്ഷെ അങ്ങനത്തെ അല്ല. അല്ല, എനിക്ക് തരുവോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ തരില്ല. കാശ് കൊടുത്ത് മേടിച്ചത് ഇത്. ഓട്ടംതുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുത്. വെണ്ണക്കണ്ണൻ തുള്ളൽ ചരിതം കുഞ്ചന് മുന്നിൽ സമർപ്പിക്കട്ടെ. അതന്നെയാണോ? ആ. എംജെ സാറിന്റെ ഒരു ബുദ്ധി. ഞങ്ങൾക്ക് ബുദ്ധിയുള്ളത് കാരണം എന്റെ അങ്കിൾക്ക് വേണ്ടി ആ. യെല്ലോ വാച്ച് വാങ്ങിച്ചു. വാങ്ങിച്ചേരാം. ഈ പുത്രിയും ബുദ്ധിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് അത്. തുടങ്ങാം. ആ ഞാൻ റെഡിയായി കോറസ് പാടാൻ. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുതേ. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുതേ. വെണ്ണക്കണ്ണൻ തുള്ളൽ ചരിതം കുഞ്ചന് മുന്നിൽ സമർപ്പിക്കട്ടെ. വെണ്ണക്കണ്ണൻ തുള്ളൽ ചരിതം കുഞ്ചനു മുന്നിൽ സമർപ്പിക്കട്ടെ. ധ്യാനമിരിക്കും ധ്യാനക്കുട്ടി സ്റ്റേജിൽ കേറി പാട്ടുകലക്കും. ധ്യാനമിരിക്കും ധ്യാനക്കുട്ടി സ്റ്റേജിൽ കേറും പാട്ട് കലക്കും. ജഡ്ജിൻ കൺമണി അല്ലേ നീയൻ ക്യൂട്ടി ബ്യൂട്ടി പൂമലരല്ലേ. ജഡ്ജിൻ കൺമണി അല്ലേ നീയൻ ക്യൂട്ടി ബ്യൂട്ടി പൂമലരല്ലേ. യാമിച്ചിരിക്കും നേരം തന്നെ അത്ഭുതമോറും കണ്ണുമിഴിക്കും. യാമിച്ചിരിക്കും നേരം തന്നെ അത്ഭുതമൂറും കണ്ണുമിഴിക്കും. ഉർവശി ശോഭന മേനകമാരെ സ്റ്റേജിൽ വരുത്തി കയ്യടി വാങ്ങും. ഉർവശി ശോഭന മേനകമാരെ സ്റ്റേജിൽ വരുത്തി കയ്യടി വാങ്ങും. വില്ലിൽ വിലസും വാസുകിയെന്ന് പാട്ടു പഠിക്കാൻ പോകും നേരം. വില്ലേ വിലസും വാസുകിയെന്ന് പാട്ട് പഠിക്കാൻ പോകും നേരം. പള്ളിയിലാടും പന്നക ശ്രേഷ്ഠൻ പത്തി വിടർത്തി പാട്ടും പാടി. പള്ളിയിലാടും പന്നക ശ്രേഷ്ഠൻ പത്തി വിടർത്തി പാട്ടും പാടി. സീസൺ 6 വിസ്മയമാകും നമ്മുടെ സ്വന്തം കേശവനില്ലേ. സീസൺ 6 വിസ്മയമാകും നമ്മുടെ സ്വന്തം കേശവനില്ലേ. വീഡിയോ ഗജമോ പാട്ടോ ഡാൻസോ കുഴിയാന കണക്കെ കയ്യിലെ ദുഃഖം. വീഡിയോ ഗജമോ പാട്ടോ ഡാൻസോ കുഴിയാന കണക്കൈയിലൊതുക്കും. എന്തോ സുന്ദരി നീ അവൾ ചന്തമിടുന്നൊരു നർത്തകി പാലേ. എന്തോ സുന്ദരി നീ അവൾ ചന്തമെഴുന്നൊരു നർത്തകി ബാലേ. ശാലിനി പുത്രി അയലിൻ കുട്ടി ധനശ്രീ നീയൻ ചിരിമണിയല്ലേ. ശാലിനി പുത്രി അയലിൻ കുട്ടി ധനശ്രീ നീയൻ ചിരിമണിയല്ലേ. ബ്രസീൽ പറക്കും ടസുതൻ ചരിതം പറയാനേറെ കൗതുകമുണ്ട്. ബ്രസീൽ പറക്കും ടെസതൻ ചരിതം പറയാനേറെ കൗതുകമുണ്ട്. ആക്ടിംഗ് ടോക്കിംഗ് ഡാൻസിംഗ് സിംഗിംഗ് മീന ബേട്ടി മേരി പ്യാരി. ആക്ടിംഗ് ടോക്കിംഗ് ഡാൻസിംഗ് സിംഗിംഗ് മീനാ ബേട്ടി മേരി പ്യാരി. പ്രതിഭാധനരാം പ്രിയരാം കുട്ടികൾ നിരവധി അനവധി മുന്നിലിരിപ്പു. പ്രതിഭാധനരാം പ്രിയരാം കുട്ടികൾ നിരവധി അനവധി മുന്നിലിരിപ്പു. വേഗം പോരൂ ഇവിടെ കാണാം സീസൺ 7 കാഹളമെത്തി. വേഗം പോരൂ ഇവിടെ കാണാം സീസൺ 7 കാഹളമെത്തി. വേഗം പോരൂ ഇവിടെ കാണാം സീസൺ 7 കാഹളമെത്തി. നാരായണ ജയ 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 നാരായണ ജയ.
ഇതാണ് നമ്മുടെ സീസൺ 7 ഒഫീഷ്യൽ പ്രൊമോ. ഒഫീഷ്യൽ ആന്തം. ബിനുവിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അറിയാം, ആക്ടിങ്, ടോക്കിംഗ്, ഡാൻസിങ്, സിംഗിങ്, മീന ബേട്ടി, മേരി പ്യാരി. എനിക്ക് നാണമായി. ആരാ എഴുതിയത് മോനെ? അമ്മയാണോ അച്ഛനോ? എല്ലാം എന്റെ താങ്ക്സ് എന്റെ അച്ഛനോടാണ് കിടിലൻ കിടിലൻ. ചേട്ടാ കിടിലൻ കേട്ടോ ശരിക്കും. എന്റെ അച്ഛൻ സമയെടുത്ത് ശ്രദ്ധയോടെ എഴുതിയതാണ്. ശ്രദ്ധയോടെ. ഓ ചേട്ടന്റെ ശ്രദ്ധ അടിപൊളി. അച്ഛനൊരു സംഭവമാണല്ലേ. അച്ഛനൊരു താരമാ. അപ്പൊ അമ്മ താരല്ലേ? അമ്മയാണ് പണ്ടത്തെ സ്റ്റാർ സിംഗറിലെ വലിയൊരു താരം. ഒരു രക്ഷയില്ല. താങ്ക് യു സർ. അപ്പൊ എന്താണ് പാട്ടിന്ന്? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. MJ അങ്കിൾ അന്ന് ചോദിച്ചില്ലേ ഒരു ഹോംവർക്ക് ചെയ്തോണ്ട് വരണമെന്ന്? ആ അതെന്തായി? ക്യൂബ് റൂട്ട് ഓഫ് സീറോ. ആ അത് ഞാൻ പഠിച്ചു. അതെത്രയായിരുന്നു? സീറോ. പിന്നെ സീറോ കണ്ടുപിടിച്ച സാർ ആരാന്നറിയും? ആരാ? MJ സാറ്. ബ്രഹ്മൂർത്തി സാറും പിന്നെ ആര്യഭടൻ സാറും. ആര്യഭടൻ. ആര്യഭടൻ സാർ. അപ്പൊ 0 ഡിവൈഡഡ് ബൈ 0 എത്രയാ? അതും സീറോ. ആര്യഭടൻ സാറിനോട് ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ നീ പറയണേ. ആര്യഭടൻ സാറില്ലേ ഗാന്ധിജിയുടെ ഒക്കെ സമയത്തായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുന്നേ. ഗാന്ധിജിയുടെ സമയത്തുള്ള ആളാണ് ആര്യഭടൻ സാർ. ഓ അത് ശരി. ഒരുപാട് വർഷം മുന്നേ. നമുക്ക് ഇപ്പൊ പോയി ഇങ്ങനെ കാണാൻ പറ്റില്ല. ജിസ് സാറിന് ഇങ്ങനത്തെ ആൾക്കാരെ വേണോ? ഇല്ല, അദ്ദേഹത്തെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ചൻ തമ്പേരെക്കാളും മിടുക്കനായ ഒരു കുഞ്ഞൻ തമ്പേരെ പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ പുതിയ പേര് കിട്ടിയടാ, കുഞ്ഞൻ നമ്പ്യാർ. അതെ അതെ. എങ്ങനെയുണ്ട്? നല്ല പേര്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല പേര് എനിക്ക്. ഒരു നന്ദി പറഞ്ഞോളൂ ചാക്യാരെ. നന്ദി സാർ. വെൽക്കം. ഞാൻ അപ്പൊ ഏത് പാട്ടാണെന്ന്? പൂവുള്ള മേടകണൻ പൂതുള്ളും മേടകണൻ. അത് പാടുമ്പോ പൂവുള്ള എന്നൊക്കെ പറഞ്ഞ അതെന്താ അങ്ങനെ പാടണേ? അങ്ങനെയാണോ പാട്ട്? അതന്നെ റിലിക്സ്. റിലിക്സ് അതാണ്. റിലിക്സ് അങ്ങനെയാണ്. റിലിക്സ് മാറ്റാൻ പറ്റില്ല. റിലിക്സ് ആരാ എഴുതിയേ? ONB കൃപ സാർ. ഓ മ്യൂസിക് ആരാ? മ്യൂസിക് ശ്യാം സാർ. ഓക്കെ. സിനിമ ഏതാ? സിനിമ പണ്ടൊരു രാജകുമാരി. ഏത് വർഷമായിരുന്നു? 1991. അത് ഗാന്ധിജി ജനിച്ച സമയമാണോ? അതെപ്പോഴായിരുന്നു? ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ ആയിരുന്നു. അപ്പൊ 1992 ജനുവരിയിലോ ഫെബ്രുവരിയിലാണ് ഗാന്ധിജി ജനിച്ചത്. അപ്പൊ നവനീതോട്ടന് എത്ര വയസ്സായിരുന്നു? 1. ഞാൻ പ്രസവിച്ചിട്ടില്ല. പ്രസവിച്ചിട്ടില്ല. അമ്മയും പ്രസവിച്ചിട്ടില്ല. കൊച്ചു പ്രസവിച്ചിട്ടില്ല. അമ്മയും പ്രസവിച്ചിട്ടില്ല. ആരും പ്രസവിച്ചിട്ടില്ല. അപ്പൊ ഒരു ഉപ്പായി കിടക്കുകയാണ് അമ്മയുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരാരും പ്രസവിച്ചിട്ടില്ല. 1992 പഠിക്കോട്ടോ. ഓൾ ദ ബെസ്റ്റ്.
പൂങ്കുരുവികളെ. ഉത്സവം കാണാം, ഓണം കാണാം, തുമ്പികൾ ചേർത്തിടും ഓണവേലൻ ചിറ്റാട് കാണാം. പൂവുള്ള മേട് കാണാൻ, പൂതുള്ളും മേട് കാണാൻ, പോയി വരാം പൂങ്കുരുവികളെ, പൂങ്കുരുവികളെ. പുഴ കിടക്കാൻ തോണിയുണ്ടോ, തോണിക്ക് തുഴയുണ്ടോ, തുഴയുമ്പം പാടാൻ ഒരു പാട്ടുമുണ്ടോ? താമരക്കിളി പാട്, കിളി പോരാട്, താമരക്കിളി പാട്, കിളി പോരാട്. താങ്ക് യു സാർ. കളിക്കില്ലോ. താങ്ക് യു. ആണോ? എന്തൊക്കെ സംഗതിയാ പാടിയ? മേളിൽ ഇതുവരെ പോയി? ടോപ്പ് ഗിയർ വരെ പോയി. ടോപ്പ് Top Gear വരെ പോയി ഗിയർ. കളമ്പാട്ടിൽ ഒരു ടോപ്പ് ഗിയർ ഉണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെ ഇത്ര എനർജി വരണേ? നേരത്തെ വാള് വെച്ചിട്ട് ഇരിക്കുവായിരുന്നു. വാള് വെച്ചിട്ടിരിക്കുവാ. ആര്? വാള് വെച്ച് ഛർദിച്ച് ഞാൻ ആണോ? ഞാൻ മുട്ടയും ചോറും കൂടെ ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. ആ. ആ സമയം ഞാൻ മതിയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മൂമ്മ വീണ്ടും കുത്തി തന്നിട്ട് ആ തന്ന 2 വായ മൊത്തം അങ്ങോട്ട് ഛർദിച്ചു പോയി. വല്ല ആവശ്യമുണ്ടോ അമ്മൂമ്മേ? അങ്ങനെ വല്ല ഛർദ്ദിച്ചു ആവശ്യമുണ്ടോ? പോയി. കഷ്ടമായി പോയി എന്തായാലും ഛർദിച്ചു പോയത്. എന്റെ അമ്മൂമ്മയില്ലേ പറയാറുണ്ട് എന്ത്? ഈ ഒരു വേദി ഒരു സ്വർഗമാണെന്ന്. പക്ഷെ എന്റെ അമ്മൂമ്മ ഇരിക്കുന്നത് ത്രിശങ്ക സ്വർഗത്തിലാണ്. പാട്ട് പാടുന്നതിന്റെ ഇടയില് ടോപ്പ് ബാൻഡ് ഇങ്ങനെ വായിക്കുമ്പോ എന്താ ഈ ഇടയിൽ ഇങ്ങനെ ആലോചിക്കുന്നേ? എന്തോ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ? അടുത്തവരെ ആലോചിച്ചില്ലെങ്കിലില്ലേ ഒരു പ്രശ്നം പറ്റും. ഞാനന്ന് അമ്പാടി തന്നെ പാടിയതുപോലെ തന്നെ വാരി തിരിഞ്ഞു. ആയിരിക്കും ഇങ്ങനെ പറയേ വേണ്ടൂ. അവിടെ ഇരുന്ന് ആലോചിക്കണം അതൊക്കെ. അടുത്ത ലൈൻ അല്ലെങ്കിൽ എങ്ങനെ ഇട്ടു? ശരിയാ, അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ചരണത്തിന് വരുമ്പോ മനസ്സിലാക്കാനുള്ള കാര്യം. എന്ത് ടഫ് അല്ലേ? അടുത്ത വരി ആലോചിച്ച് ശരിയടാ, താങ്ക് യു ഫോർ ദ ടിപ്പ്. അപ്പൊ നവനീത് കൂട്ടാ, വെരി ഗുഡ് സിംഗിങ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് പാടുമ്പോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നവനീത് കുട്ടൻ സ്റ്റേജിൽ വരുമ്പോ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ നടക്കാൻ പോണ്ടെന്ന് അല്ലെ. ഫുൾ എന്റർടൈൻമെന്റ് ആണ്, എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് അതെ. നവനീത് പാട്ട് പാടുക, ഓട്ടം തുള്ളല് കളിക്കുക, നമ്മളെ ഓട്ടം തുള്ളല് പാടിപ്പിക്കുക, കോറസ് പാടിക്കുക, അതെ ഓട്ടം തുള്ളലിന്റെ, അതെ, കമ്പോസ് ചെയ്ത് പാടുക. കമ്പോസിങ് കംപ്ലീറ്റ് എയറിലാണ് നടക്കുക അല്ലെ മീനു? ആണ്. യെസ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇവിടെ വന്ന ഗസ്റ്റിനടക്കം ഭയങ്കര ഇഷ്ടമായി. 3 പേർക്കും. സാറിന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. സാറിന് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓർമ്മ വന്നു, ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ സബ്ജക്ട് ഉണ്ട്, ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് സിഗ്നൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് സിഗ്നൽ ഒരേ സമയം ഇപ്പോ പുറപ്പെടുവിപ്പിക്കുന്ന ആളാണ്. സ്റ്റേജിൽ നിന്ന് കേൾക്കാൻ പറ്റി. അതെ. പോരട്ടെ, അങ്ങനെ ഒരു മധുര മഴ. മേട് കാണാൻ പൂതുള്ളും മേട് കാണാൻ പോയി വരാം പൂങ്കുരുവികളെ, പൂങ്കുരുവികളെ. കഴിഞ്ഞു കേട്ടോ. ഇന്നെന്തോ നല്ലൊരു കുഞ്ഞ്. മൊത്തത്തിൽ ശ്രദ്ധ കൂടുതൽ ഇന്ന്. എന്താ എന്താ
എന്താ ഇങ്ങോട്ട് ഞാൻ ടാറ്റാ. See you. ബൈ. Bye. അപ്പൊ ആര്യ ചേച്ചി, നമ്മുടെ SLBSന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ജസ് മാത്യു സാറ് നമ്മുടെ കൂടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിൽ ഇത്ര സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ച് എൻജോയ് ചെയ്തു അല്ലേ സർ? അപ്പോ നമ്മളൊന്ന് വളരെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ഒന്ന് വെൽക്കം ചെയ്യാണ്. ഒരുപാട് സന്തോഷം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നതിൽ. ഞങ്ങൾക്ക് SLBSനെ പറ്റി കുറച്ച് കൂടുതൽ ഒന്ന് പറഞ്ഞു തരോ? തീർച്ചയായിട്ടും. SLBS മാർക്ലൻസ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫുൾ നെയിം. നമ്മൾ പ്രധാനമായിട്ട് സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വെയർഹൗസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, ഫാഷൻ ഡിസൈൻ, IT, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കോഴ്സുകളിലെ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ആണ്. ഇതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രിപ്പയർ ചെയ്യുന്ന ഇന്ത്യയിലെ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടാണ് നമുക്ക് അഫിലിയേഷൻ ഉള്ളത്. UPS, അതുപോലെ അമിസേർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ ജോലി കിട്ടാനുള്ള സ്കില്ല് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അത് കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 10th കഴിഞ്ഞവർക്ക് വരെ ജോയിൻ ചെയ്യാവുന്ന കോഴ്സുകൾ നമുക്കുണ്ട്. 10th, 12th, ഈവൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് അവർക്ക് ഒരു പ്ലേസ്മെൻറ്റ്, നല്ലൊരു കമ്പനിയിലേക്ക് ജോലി കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇന്ത്യയുടെ ലീഡിംഗ് യൂണിവേഴ്സിറ്റീസിൻ്റെ സിലബസ് ആകുമ്പോഴത്തേക്കും ഇത് ഡെലിവർ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പോഷറുള്ള ആളുകളാണുള്ളത്. ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ ആണെങ്കിൽ 25 years ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആണ് നമ്മുടെ മെയിൻ ഒരു ഫാക്കൽറ്റീസ് വരുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് റിഗ് ഫീൽഡിൽ 10-15 വർഷം വർക്ക് ചെയ്ത ആളുകളൊക്കെയാണ് നമുക്ക് ഫാക്കൽറ്റി നമുക്ക് ലീഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാ ഫീൽഡിലും ആ ഫീൽഡിലെ എക്സ്പേർട്സ് ആണ് നമ്മളെ സ്റ്റുഡൻസിന് ഈ സ്കില്ല് കൊടുക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ്. ഇനി മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനാണെങ്കിലും അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം ലീഡ് ചെയ്യുന്നതും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും, നമ്മുടെ പല ഇവൻറ്റ്സ് ഉണ്ടാവും, ടെക്നിക്കൽ ഇവൻറ്റ്സ് നമ്മൾ ഈ മാസം തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സ് ഡേ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഇവൻറ്റ്സും കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ട സ്കില്ല് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുക. മാത്രമല്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ടാവും. ഇതെല്ലാം കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്റ്റുഡൻസിന് വരുന്നത്. അപ്പം ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് തന്നെ കമ്പനികളിലേക്ക് പ്ലേസ്ഡ് ആവുന്നു. അപ്പോൾ അവർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്യാതെ, അതായത് കോഴ്സ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇമ്മീഡിയറ്റ്ലി തന്നെ അവരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. പെട്ടെന്ന് തന്നെ പല ഫീൽഡിലേക്ക്, അവർ ആഗ്രഹിക്കുന്ന ഫീൽഡിലേക്ക് അവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അത് നമ്മുടെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ഒരുപാട് സന്തോഷം സാർ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും അത് റിയലി ഗ്രേറ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ കുറേ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്, പക്ഷെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്കിൽ സെറ്റ് ഡെവലപ്മെന്റ് എന്നുള്ളത് അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ജനറേഷൻ അതൊരു വലിയൊരു കൈത്താങ്ങായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കിൽ ഡെവലപ്മെന്റ് അതിലേക്ക് സാർ മനസ്സ് വെക്കുന്നതും അതിൽ ഒരുപാട് പേർക്ക് വലിയ സഹായമാവുന്നതും ദാറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ അതിന് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു വെരി മച്ച് സാർ. ടോപ്പ് സിംഗറുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി. ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതിരി അല്ലേ? അതെ, ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നതിനേക്കാൾ ഉപരി കുട്ടികൾ തന്നെയാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അവർക്കൊരു ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്നില്ല. അവരെന്ത് ക്യാമ്പസിൽ ചെയ്യുന്നോ അതിനൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. അപ്പൊ സാർ നേരിട്ട് വന്നതിന് ഒരുപാട് താങ്ക് യു. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട് SLBSനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതിലും. ഇനിയും ഒരുപാട് പേർക്ക് ഇത്തരം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ തപ്പി നടക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആവട്ടെ. ടോപ്പ് സിംഗറിന്റെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടോപ്പ് സിംഗർ എല്ലാവർക്കും പ്രത്യേക നന്ദി. താങ്ക് യു. ഇപ്പോഴത്തെ ജനറേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ലൈഫ് സെറ്റാക്കാം എന്നൊരു അങ്ങനെ ഒരു പേഷ്യൻസ് ഒന്നും നമുക്കില്ല. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എന്ത് പഠിച്ചാലും ജോബ് റെഡിയാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. പണ്ടൊക്കെ എന്തായിരുന്നു, 4-5 വർഷം നമ്മൾ പഠിക്കുന്നു, പിന്നെ നമ്മൾ ജോലി സെറ്റാക്കുന്നു, പിന്നെ ഹയർ സ്റ്റഡീസ്, ലൈഫ് സെറ്റാവാനായിട്ട് മൊത്തത്തിൽ ഒരു 5-8 വർഷം വേണം. പക്ഷേ ഇന്നത്തെ ജനറേഷൻ പറയും, ബ്രോ നമുക്ക് 1 വർഷം മതി ലൈഫ് സെറ്റാവാനായിട്ട്. അതെ, അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വെറുതെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ ലൈഫ് സെറ്റ് ആവില്ല. ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇതൊക്കെ കൂടിയാൽ മാത്രമേ ഗെയിം ചേഞ്ച് ആവൂ. അവിടെയാണ് SLBS മാർക്ലാൻസ് എൻ്റർ ചെയ്യുന്നത്. UPES, ഡെറാഡൂൺ, അമിറ്റി പോലുള്ള ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനൊപ്പം തന്നെ അമേരിക്കൻ ആൻഡ് UK സർട്ടിഫൈങ് വീഡിയോസ്, ടൈപ്പ്, അതും കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്.
ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ നല്ലൊരു മെലഡി സോങ് കേൾക്കാൻ പോവാണ്. മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ജഗത് കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. എപ്പോഴും അവന്റെ വരവ് കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവൻ ഏതോ ഇലക്ഷൻ നിൽക്കുകയാണെന്ന്. എല്ലായിടത്തും കൈയൊക്കെ വീശി. അതെ, ആ ഒരു വൈബ് ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോ ഒരു വൈബുണ്ട്. പിന്നെ എപ്പോഴും എക്സൈറ്റഡ് ആണ് പാട്ട് പാടാൻ വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാടാൻ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു. എനിക്ക് ഈ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിവാഹിതരായാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പിന്നെയും രണ്ടാമത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വിജയാണ് അന്ന് പാടിയത്, ഈ പാട്ട് പാടിയത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഈ പാട്ടുമായിട്ടുണ്ട്. മീനുട്ടിന്റെ ഭാവിയിലെ ഭാര്യയെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ്? എന്റെ ഭർത്താവല്ലേ, എനിക്കെന്തിനാ ഭാര്യനെ? എന്റെ ഭർത്താവ് നല്ലൊരു ഭർത്താവായിരിക്കണം, ഒത്തിരി മിണ്ടുന്ന ഭർത്താവായിരിക്കണം. മിണ്ടാത്ത ആൾക്കാരെ എനിക്ക് പറ്റത്തില്ല. ഒത്തിരി വർത്താനം പറയണം എന്റെ ഭർത്താവ്. പിന്നെ ഉറക്കത്തിലൊക്കെ അത് വേണ്ട, എനിക്ക് രണ്ടുപേരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അടിപിടിയാവും. ഒരാള് സൈലന്റ് ആവുന്നല്ലേ അത് അല്ല. പക്ഷെ അതെനിക്ക് പറ്റൂല ഉണ്ണിയങ്കൾ, എനിക്ക് കുറെ സംസാരിക്കണം. ഭർത്താവ് പാട്ട് പാടണോ? പാട്ട് പാടണം. പിന്നെ 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 കേക്കട്ടെ. അത്രേ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. എത്ര മതി. പ്രത്യേകിച്ച് ഒരു ജോലിയും വേണ്ടേ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. വേണ്ട, ഞാൻ ജോലി പോകുന്നുണ്ടല്ലോ. ഇനി ഭർത്താവിന് വേണമെങ്കിൽ ഭർത്താവ് നോക്കട്ടെ, ഞാൻ നിർബന്ധിക്കൂല. അപ്പൊ ചെയ്തോട്ടാ, ഇതൊന്നും കേട്ട നീ വഴി തെറ്റണ്ടാട്ടോ. പാട്ടിന്റെ വഴി പൊക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ജഗദൂട്ടാ.
പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. Thank you, sir. മൈ ഡിയർ ജഗത് കിഷോർ, എന്തോ എപ്പിടി ഇരിക്ക്? നല്ല ഇരിക്കിയാ? ആ. ഈ ഒരു പാട്ടിന്റെ വരികൾ നല്ല മനോഹരമാണ് അല്ലേ? അതെ. എന്തൊക്കെ സങ്കല്പങ്ങളാണല്ലേ ഭാര്യയെ കുറിച്ച്. ആ. മോൻ അത് കൺസീവ് ചെയ്ത് നന്നായി പാടി മോനെ. താങ്ക് യു സാർ. ഈ പാട്ടിന്റെ ലിറിക്സിനാണ് വളരെ ഇമ്പോർട്ടൻസ് ഈ പാട്ടിൽ. ആൻഡ് എം ജി രാധാകൃഷ്ണൻ സാറുടെ സംഗീതം, അത് മോൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് ആ പാട്ട്. താങ്ക് യു സാർ. ഒരു സാധനം പോലും അതിൽ വിടാതെ ഭംഗിയായിട്ട് പാടി. അതൊരു ഭയങ്കര ടഫ് സോങ് ഒന്നുമല്ല, പക്ഷെ ആ പാട്ടിനൊരു ബ്യൂട്ടി ഉണ്ട്. അതിന്റെ വരികൾ കൊണ്ടാണോ അറിയില്ല, സംഗീതം കൊണ്ടാണോന്ന് അറിയില്ല, ദാസേട്ടൻ പാടിയതിന്റെ ഒരു ഭംഗിയാണോ, എന്തായാലും അതൊക്കെ മോൻ കൺസീവ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട്. താങ്ക് യു. പിന്നെ ബ്രെത്ത് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് ചെയ്തു മോൻ. ഇതിന് മുമ്പൊക്കെ വന്ന സമയത്ത് കുറച്ച് ബ്രെത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെ ചെയ്തു അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ? ഞാൻ ബുക്കിൽ മാർക്ക് ചെയ്തിട്ടാണ് ഇപ്പം. ആണോ? ആഹാ എം ജി അങ്കിള് പറഞ്ഞതാണ് ഇപ്പം. ആഹാ, ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മോനെ. ഞാൻ അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ തന്നത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു, ഗുഡ് ലക്ക്. മിനുട്ടി, എന്തോ ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോഴേ ആ. എനിക്കൊരു മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറിനെ ഓർമ്മ വരികയാണ്. അതാരാ? ഒരു സുന്ദരൻ, സുമുഖൻ, ഓ പാട്ടുകാരൻ, ഒരു ഗംഭീര ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ്. ആ. അപ്പോ എനിക്ക് അറിഞ്ഞൂടാ പ്രണയ വിവാഹമാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു അതനുസരിച്ചായിരിക്കണം ഒരു പക്ഷേ ആള് വീണിട്ടുണ്ടാവുക. ഉം. നമുക്ക് കാണാം. ആഹാ. എന്തൊരു സുന്ദരൻ നോക്ക്. ഇത് ഉണ്ണിയങ്കളാ? ആ, അയ്യോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. അയ്യോ, ഇത് ഏത് കാലത്തെ ഫോട്ടോ ആയതുകൊണ്ട് ഇത് 81. 81 അപ്പൊ സുന്ദരനാണ്. ഉണ്ണിയങ്കളുടെ എത്ര വയസ്സാ? 81 ആ. വയസ്സൊക്കെ ഗസ് ചെയ്തോ ഇരുന്നിട്ട്? ആ, ഒന്ന് ഏയ്, പറ ഉണ്ണിയങ്കൾ. ഞാൻ പറയട്ടെ, ആ 70. അത് ഇപ്പോഴല്ലേ? 70. എടാ ഞാൻ ഇപ്പത്തെ ഇതില് ഈ പ്രായത്തില് ചേട്ടാ ഇത് കല്യാണം കഴിഞ്ഞിട്ടാണോ? ജസ്റ്റ് ബിഫോർ ദ വെഡിങ്. അതാണ്. യെസ്. അപ്പൊ ചേട്ടന്റെ പ്രണയ വിവാഹമാണ്. എന്റെ വൈഫിനെ ഞാൻ മീറ്റ് ചെയ്യുന്ന ചെന്നൈയിൽ നിന്നാണ്. ഉം. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത് വൈഫിന്റെ ഒരു അങ്കിള് വന്നിരുന്നു. ഉം. അവിടെ വെക്കേഷന് വന്നതാണ്. എന്നിട്ട് അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കണ്ടു, ഇഷ്ടപ്പെട്ടു. പാട്ട് പാടി വീഴ്ത്തിയോ? പാട്ടൊന്നും പാടിയില്ല. പിന്നെ കണ്ടപ്പോ വീണു. കണ്ടപ്പോ തന്നെ ചുമ്മാ വീണു. അപ്പോൾ ഷീ വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആ. ഞങ്ങൾ കുറെ ഒരു 3-4 മാസം അങ്ങനെ ആ. ഇന്ററാക്ഷൻ എല്ലാം ചെയ്ത് ദെൻ ഐ പ്രപ്പോസ്ഡ്. ആ. പിന്നെ ഞാൻ അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞു, എൻ്റെ അച്ഛനോടും അമ്മോടും. ആ. അപ്പൊ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അപ്പൊ അങ്ങനെ ബഡ്ഡിങ് സിംഗറായിട്ട് നിൽക്കുന്ന സമയത്താണ്. ആ. അപ്പൊ ഈ സമയത്ത് ഇനിയിപ്പോ ഇതൊരു ഡിസ്റ്റർബൻസ് അല്ലേ, അതൊക്കെ ഒന്നും വേണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു തിരക്കില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ. അപ്പൊ വൈഫിന്റെ വീട്ടിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഷീ വാസ് ഡൂയിങ് ഹെർ BA ലിറ്ററേച്ചർ ദോസ് ഡേയ്സ്, സെന്റ് ട്രീസസ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് വി വർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ്. അങ്ങനത്തെ ഒരു കാരണം ഹെർ പാരന്റ്സ് വർ നോട്ട് റെഡി ഫോർ ദിസ്. ഓക്കെ. So we were forced to get married. I took her by flight to some place. ഓ, പഴയ സിനിമയിലൊക്കെ കാണുന്നല്ലേ നായകൻ. ഇതാരെങ്കിലും അറിഞ്ഞ ഇതുവരെ? എന്നിട്ട് With the support of my friends. ആ. പിന്നെ അത് പാലക്കാട് വെച്ചിട്ടാണ് നമ്മുടെ കല്യാണം. കല്യാണം. ഒരു സിമ്പിൾ വെഡിങ് ചെയ്തു. പിന്നെ അതിനുശേഷം വൈഫിന്റെ പാരന്റ്സ് എല്ലാം കോംപ്രമൈസ് ആയി. Then they brought us to Guruvayur and again we got married officially. ഓക്കെ. രണ്ട് രണ്ട് പ്രാവശ്യം കല്യാണം കഴിച്ചു. What a story. ഓ, വൻ കഥ. അതെ. പക്ഷെ നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് പാടി. താങ്ക് യു കേട്ടോ. സാർ. ഇതിന് ലിറിക്സ് വളരെ സാങ്കല്പികമാണെങ്കിലും ഉഗ്രനായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. വളരെ നന്നായി. താങ്ക് യു. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അത്രയും ഒരു മ്യൂസിക്കലി ടഫ് ഒന്നുമല്ല. മെയിൻലി ചേട്ടൻ പറഞ്ഞ പോലെ റിലൈങ് ഓൺ ദ ലിറിക്സ് ആണ്. അപ്പൊ ഈ പാട്ടെന്ന് പറയുന്നത് ആ ലിറിക്സ് നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതില് വാതിൽ കെൽ എന്ന് പാടിയ പോലെ എനിക്ക് തോന്നി. വാതിൽക്കൽ എന്നാണ്. കൽ എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭാര്യ. അതൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു. നല്ല മെച്ചുവർ സിംഗിങ് കേട്ടോ. താങ്ക് യു. മെച്ചുവർ ക്ലീൻ സിംഗിങ്. നല്ല സൂപ്പറായിട്ട് പാടി. ഓരോ അക്ഷരവും ഓരോ വരിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് കൂടുതലും ആ ബ്രെത്ത്, നല്ല ബ്രെത്ത് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ജഗത്കുട്ടൻ പാടിയത്. അപ്പൊ അതിനൊരു കയ്യടി തരുവാണ്. താങ്ക് യു. നല്ല ബ്രെത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ജഗത്കുട്ടിന്റെ ആ ഒരു പ്രോഗ്രസിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. ടെക്നിക്ക് മനസ്സിലായോ? അതെ. എന്താണ് ചെയ്യേണ്ടത്, ബുക്കിൽ എഴുതി എവിടെ ബ്രെത്ത് എടുക്കണം മനസ്സിലാക്കി പഠിച്ചു വന്നിട്ടുണ്ട്. അതിനൊരു ഉഗ്രം കയ്യടി. താങ്ക് യു. കേട്ടോ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അത്രേ ഉള്ളൂ. തകർപ്പനെ പാടി.
ജയത്കുട്ടാ എന്തോ എത്രയായിരിക്കും മാർക്ക്? 100. ജയത്കുട്ടന് ഇന്ന് 100-ൽ 100. അപ്പൊ പോരട്ടെ അങ്ങനെ ഒരു മധുരം മഴ. സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ജഗത് കുട്ടനാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, ഓ വെൽക്കം ഭാര്യയെ. യെസ്, കമ്മിങ്. ആര്യ ഈസ് കമ്മിങ്. ഭാര്യ ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ. കിൻഡർ മോക്സിന്റെ ഒരു കിടിലം ഡ്രസ്. യെസ്, കൺഗ്രാറ്റുലേഷൻസ്, പെർഫോമർ ഓഫ് ദ ഡേ. യെസ്. പിന്നെ നമ്മുടെ മറ്റൊരു ഫേവറേറ്റ് ബില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചാമ്പർ. നമുക്ക് നോക്കാം. എനിക്കൊരു ഒരു ആകാംക്ഷ എം ജെ സാർ, എന്താണ് ഈ ഉടുപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? അതെ, എനിക്ക് എനിക്കും തുറക്കണം. മെക്സിക്കോ ഏതൊക്കെയോ എല്ലാം സ്ഥലങ്ങളുണ്ട്. എവിടെ വേണേ പോയിട്ടാ, എവിടെ വേണമെങ്കിലും പോവാം. അടുത്ത പ്രാവശ്യം അടുത്ത പെർഫോമൻസിന് ഇതിടില്ലേ ഈ ഉടുപ്പ്? അപ്പൊ കാണാം. ഇടില്ലേ? Yes. അപ്പൊ കാണാം. യെസ്. പല്ല് വെച്ചിട്ട് ഇടവുള്ളൂ കേട്ടോ. താങ്ക് യു. ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തൊരു കാര്യമുണ്ട്. ഇന്നായിരുന്നു നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7 ഓഡീഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ കൂട്ടം ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പാട്ട് പാടാനായിട്ട് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പാട്ടുകാരെയൊക്കെ നമ്മൾ കണ്ടു. ഇനി അവിടെ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആരും വിഷമിക്കേണ്ട. 10-11 ദിവസം, അതായത് നാളെയും നാളത്തെ കഴിഞ്ഞുമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ റോയൽ ഒമാൾസ് ഹോട്ടലിൽ വെച്ചിട്ട് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ലാൻഡ്മാർക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 7 ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരും കണ്ണൂരിലെ ആൾക്കാരും ഒക്കെ 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടിപ്പാട്ടുകാരെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.